കുഞ്ഞുങ്ങൾ വിശന്ന് കരയും. അപ്പോൾ അയൽക്കാർ ചോദിക്കും, ഇതെന്താ കുഞ്ഞുങ്ങൾ കരയുന്നത്? അപ്പോൾ സത്യസന്ധമായി അവർ പറയേണ്ട മറുപടി ഇതാണ്: ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിനുള്ളതൊന്നും കാര്യമായി കിട്ടിയില്ല, അവർ വിശന്ന് കരയുകയാണ്. അപ്പോൾ അയൽക്കാർ ചോദിക്കും, ഇന്നെന്താ പണിയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, പണി ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ ആരും ചോദിക്കത്തില്ല എത്ര മണിക്കൂർ പണിയുണ്ടായിരുന്നു എന്ന് ചോദിക്കയില്ല. ഇന്ന് പണിയുണ്ടായിരുന്നോ എന്നേ ചോദിക്കൂ. അവർ പറയും, ഇന്ന് പണിയുണ്ടായിരുന്നു. എവിടെയായിരുന്നു പണി? ഓ, അതാ നസറേനായ യേശുവിന്റെ മുന്തിരിത്തോട്ടത്തിലായിരുന്നു. എന്നിട്ട് എന്താ കൂലി കിട്ടിയില്ലേ? കൂലി കിട്ടി, ഒരു വെള്ളിക്കാശിന്റെ 12 എന്തോ ഒരു കാര്യമാണ് ആ നസറേനായ യേശു ചെയ്തത്. നാട്ടിലെല്ലാവരും ഒരു വെള്ളിക്കാശ് കൂലി കൊടുക്കുമ്പോൾ അവന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചിട്ട് ഒരു വെള്ളിക്കാശിന്റെ 12 മാത്രം കൊടുത്ത ക്രൂരനല്ലേ നസറേനായ യേശു? അവരാരും അറിയയില്ല ഇവർ 1 മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്തത് എന്ന്. അവരൊക്കെ അറിയുന്നത് നസറേനായ യേശുവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചു, വൈകിട്ട് ഒരു നക്കാപ്പിച്ച കാശും കിട്ടി, അതും കൊണ്ടുവന്ന് പിള്ളേരുടെ വിശപ്പടക്കാൻ പോലും തികഞ്ഞില്ല. അവർ വിശന്ന് കരയുന്നു. ഇത്ര ക്രൂരനായ ഒരു യജമാനു വേണ്ടി വേല ചെയ്യുവാൻ പോകുന്നത് ശരിയല്ല. ദൈവമക്കളെ, നസറേനായ യേശു നമുക്ക് സമമായി എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അവന് വിശന്നിട്ടുണ്ട്, അവനെ ദാഹിച്ചിട്ടുണ്ട്, അവൻ കരഞ്ഞിട്ടുണ്ട്. നമ്മെപ്പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ യജമാനൻ. അവന് വേണ്ടി അധ്വാനിച്ചിട്ട് ഒരു കുടുംബം പോലും പട്ടിണി കിടക്കുവാൻ അവൻ അനുവദിക്കയില്ല. ഇത് സമൃദ്ധിയുടെ സുവിശേഷമല്ല ഞാൻ ഈ പറയുന്നത്. ഇത് പ്രോസ്പെരിറ്റി തിയോളജി അല്ല, ഇത് നെസസിറ്റി തിയോളജിയാണ്. എന്ത് തിന്നും എന്തു കുടിക്കുമെന്ന് ഓർത്ത് നിങ്ങൾ വിചാരപ്പെടണ്ട. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും. അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. ആ കർത്താവ് നമ്മുടെ അന്നന്നത്തെ അപ്പത്തിനുള്ളത് തരുവാൻ വിശ്വസ്തനാണ്. യേശുവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചിട്ട് ആരും പട്ടിണി കിടക്കുവാൻ ഇടയാകയില്ല. 100 അനുഭവങ്ങൾ ഞാൻ പറയാം. എത്രയോ സംഭവങ്ങൾ ഞാൻ നേരിൽ കണ്ടിരിക്കുന്നു, എത്രയോ സംഭവങ്ങൾ ഞാൻ അനുഭവിച്ചിരിക്കുന്നു. എന്റെ വീട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ പോലെ ദൈവവേല ചെയ്യുന്ന സാധുക്കളുടെ വീട്ടിൽ കാക്ക ഏലിയാവിന് അപ്പവുമായി ചെന്നു എന്ന് പറയുന്നത് പോലെ തികച്ചും അത്ഭുതകരമായി ഭക്ഷണവുമായി ചെന്ന സംഭവങ്ങൾ എത്രയോ ഉണ്ട്. നസറേനായ യേശുവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നീ അധ്വാനിച്ചത് 1 മണിക്കൂറാകട്ടെ, 2 മണിക്കൂറാകട്ടെ, 3 മണിക്കൂറാകട്ടെ, എത്രയെങ്കിലും ആകട്ടെ, നിന്റെ കുടുംബം പട്ടിണിയാകുകയില്ല. അയൽക്കാർ നിന്റെ വീട്ടുകാരെ വിളിച്ച് എന്താണ് കുഞ്ഞുങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുവാൻ ഈ നല്ലവനായ യജമാനൻ ഇടയാക്കയില്ല. 12 മണിക്കൂർ അധ്വാനിച്ചവരെക്കാൾ മുൻപായി തന്നെ അവർക്ക് പണം കൊടുക്കുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം പണം നിനക്ക് തരും. നിന്റെ കുടുംബത്തിന് ഒരു ദിവസം ജീവിക്കാനുള്ളത് നിന്റെ യജമാനൻ തരും. ഈ നല്ലവനായ യജമാനനെ വിശ്വസിച്ച് എന്ത് കിട്ടുമെന്ന് ചോദിക്കാതെ ഇറങ്ങുകയല്ലേ നല്ലത്. എന്ത് കിട്ടുമെന്ന് ചോദിച്ചവർക്ക് എന്ത് കിട്ടി? വിശേഷിച്ച് ഗുണമൊന്നും കിട്ടിയില്ല. എന്ത് കിട്ടുമെന്ന് ചോദിച്ചു, 1 വെള്ളിക്കാശ് പറഞ്ഞു ഒത്തു, അവർക്ക് 1 വെള്ളിക്കാശ് കിട്ടി, കൂടുതലൊന്നും കിട്ടിയില്ല. ന്യായമായത് തരാം എന്ന് കർത്താവിൽ നിന്ന് ഒരു എഗ്രിമെന്റ് വെച്ച് പോയവർക്ക് ന്യായമായതിലും അതിലപ്പുറവും കിട്ടി. പക്ഷേ ഒരു എഗ്രിമെന്റും വെക്കാതെ പോയവർക്ക് അർഹതയുള്ളതിന്റെ 12 ഇരട്ടി കിട്ടി. ആ ദിവസം മുഴുവൻ അധ്വാനിച്ചവന് കിട്ടിയതിന് തുല്യമായത് കിട്ടി. അവന്റെ വീടും പട്ടിണി ആയില്ല എന്ന വസ്തുത ഓർത്തുകൊള്ളുക. പത്രോസേ, നീ ചോദിക്കുകയാണ്, സകലതും വിട്ട് ഞങ്ങൾ നിന്റെ പിന്നാലെ അനുഗമിച്ചിരിക്കുന്നല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറയുകയാണ്, പത്രോസേ, എന്ത് കിട്ടുമെന്ന് ചോദിച്ച് നിനക്കുള്ളത് കൂടെ നീ കളഞ്ഞു കുളിക്കണ്ട. നിനക്ക് എന്ത് കിട്ടുമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ ഗോത്രം 12നെയും നിങ്ങൾ ന്യായം വിധിക്കും. അത്ര വലിയ അധികാരങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും, കൂടാതെ നിത്യജീവനും തരും. എന്നാൽ ഇങ്ങനെയൊന്നും ചോദിക്കാതെ ചില പിൻപന്മാരും ഭാവിയിൽ വേലയ്ക്ക് വരാൻ പോകുകയാണ്. നിങ്ങൾ മുമ്പന്മാരാണ്, നിങ്ങൾക്കിത് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നിങ്ങളുടെ പിന്നാലെ ഇനി ചിലർ വരാൻ പോകുന്നു. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അവർ ചോദിക്കയില്ല. പക്ഷേ ചോദിക്കാതെ, എഗ്രിമെന്റ് വെക്കാതെ എന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ വരുന്ന അവർക്ക് നിങ്ങൾക്ക് മുമ്പേ ഞാൻ കൊടുക്കും. വേലയ്ക്കനുസൃതമായല്ല, അവരുടെ ആവശ്യത്തിനനുസൃതമായി ഞാൻ കൊടുക്കും.
ഇതാണ് കർത്താവ് പത്രോസിനോടും ശേഷം ശിഷ്യന്മാരോടും പറഞ്ഞത്. ഇത് നമുക്കൊരു പാഠമാണ്. ദൈവവേലയ്ക്കിറങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, ദൈവവചനത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, എന്ത് കിട്ടും കർത്താവേ എന്ന് ചോദിക്കരുത്. ഒരിക്കലും കർത്താവിന്റെ പിന്നാലെ പോകുമ്പോൾ കർത്താവേ നീ എനിക്ക് എന്ത് തരുമെന്ന് ചോദിക്കരുത്. ദൈവം അയച്ചതായ ഒരു സ്ഥലത്തേക്ക് നീ വേലയ്ക്ക് പോകുമ്പോൾ കർത്താവേ അവിടെ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കരുത്. ഞാൻ കീഴത്തേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നു വന്നപ്പോൾ പലരും പറഞ്ഞു, അയ്യോ ഈ പാഷക്ക് 5 കുട്ടികളുണ്ട്, ഞങ്ങൾ എങ്ങനെയാണ് ഇവരെ പോറ്റുന്നത്? ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, നിങ്ങൾ എന്നെ പോറ്റണ്ട. എന്നെ വേലയ്ക്ക് അയച്ചത് ദൈവമാണ്, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, എന്റെ കുടുംബത്തെ പോറ്റേണ്ടത് ദൈവമാണ്. ഞാൻ സഭയിൽ നിന്ന് സ്വത്രകാഴ്ച ദശാംശവും ഒന്നും എടുത്തില്ല, അതൊക്കെ സഭയുടെ ഫണ്ടിലേക്ക് കൊടുത്തു. അവിടെ ഞാൻ ജീവിച്ചു. ഓരോ ദിവസവും ഏലിയാവിന് കാക്ക ഭക്ഷണവുമായി വന്നു എന്ന് പറയുന്നത് പോലെ അവിടെ ഞാൻ 5 വർഷം ശുശ്രൂഷിച്ചപ്പോൾ ഈ 5 വർഷവും എനിക്ക് ആവശ്യമായതെല്ലാം കൃത്യസമയത്ത് ദൈവം കൊണ്ടെത്തന്നു. തികച്ചും മാന്യമായി, ആരുടെയും മുമ്പിൽ നാണം കെടാതെ ദൈവം എന്നെ അവിടെ പരിപാലിച്ചു. ഈ നസ്രേനായ യേശുവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ ഇറങ്ങിയത് നിമിത്തം എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. 100 കണക്കിന് ഉദാഹരണങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ആ ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ദൈവത്തെ പിൻപറ്റിയിട്ടുള്ള എല്ലാവർക്കും, നസ്രേനായ യേശുവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ ഇറങ്ങിയ എല്ലാവർക്കും ഈ അനുഭവമുണ്ട് എന്ന് ഞാൻ ധൈര്യത്തോടെ പറയട്ടെ. എന്റെ സഹോദരങ്ങളായ ദൈവദാസന്മാരോട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്: ദൈവമാണ് നിങ്ങളെ വേലയ്ക്കാക്കിയതെങ്കിൽ കൂലി തരുവാനും അവൻ അറിയാം. സഭയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവിടെ എത്ര അംഗങ്ങളുണ്ട്, എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. ഞാൻ കീഴത്തുനിന്ന് മാറിയപ്പോൾ മറ്റൊരു പാസ്റ്റർ എവിടേക്ക് വന്നു. ആ പാസ്റ്റർ വരുന്നതിന് മുമ്പേ സഭാകാലിന് ചുറ്റുപാടും താമസിക്കുന്ന ചില ജാതികളുടെയൊക്കെ ഫോൺ നമ്പറിൽ വിളിച്ച് അവരോട് ചോദിച്ചു, രക്ഷിക്കപ്പെടാത്തവരോട് ചോദിച്ചു, ആ സഭയിൽ എത്ര പേരുണ്ട്, അവിടെ എന്നാ കിട്ടും. എനിക്ക് ലജ്ജ തോന്നി. ഇദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ പണിക്കിറങ്ങിയത്? അദ്ദേഹം നോക്കുന്നത് ആരുടെ മുഖത്തേക്കാണ്? വിശ്വാസികളുടെ മുഖത്ത് നോക്കിയാണ് ദൈവദാസന്മാർ ഇറങ്ങുന്നതെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്താകും ഉണ്ടാകുക. ഏത് സമയത്താണ് വിശ്വാസികളുടെ മുഖം കറക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഏതു സമയത്താണ് അവർ നിങ്ങൾക്കെതിരാകുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. ദൈവമാണ് നിങ്ങളെ വേലയ്ക്ക് അയക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബം പോറ്റാനുള്ളത് തരുവാൻ ദൈവത്തിന് കഴിയും. ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ദൈവവേലയ്ക്കായി പോകുമ്പോൾ അവിടെ വിശ്വാസികൾ എത്ര പേരുണ്ട്, അതിലെത്ര ഗൾഫുകാരനുണ്ട്, എത്ര അമേരിക്കക്കാരനുണ്ട്, എത്ര രൂപ ഒരു മാസം കിട്ടുമെന്ന് അന്വേഷിക്കേണ്ടതില്ല. ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, അയക്കുന്നത് ദൈവം തന്നെയാണോ അതോ സെൻട്രൽ പാസ്റ്ററോ കേന്ദ്രത്തിലുള്ളവരോ ആണോ നോക്കുക. അയക്കുന്നത് ദൈവമാണെങ്കിൽ കൂലി തരാൻ അവനറിയാം. അവിടെ എത്ര പേരുണ്ട് എന്നുള്ളതല്ല. ദൈവദാസന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ എവിടെയാണ് വേല എന്ന് ചോദിക്കുന്നത് തെറ്റല്ല. സഭ അനുഗ്രഹമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്നത് തെറ്റല്ല. അവിടുത്തെ പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ച് അന്യോന്യം പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ചോദിക്കാൻ പാടില്ലാത്ത ഒരു വാചകമുണ്ട്, എന്തോ കിട്ടും എന്നുള്ള ചോദ്യമാണത്. ഒരിക്കലും ദൈവദാസന്മാർ ഈ ചോദ്യം അന്യോന്യം ചോദിക്കരുത്. നിങ്ങൾ ദൈവത്തിന് ദാസന്മാരാണെങ്കിൽ അവൻ നിങ്ങളെ വിളിച്ചത് 6-ാം മണി നേരത്തോ 9-ാം മണി നേരത്തോ 11-ാം മണി നേരത്തോ ഏത് സമയത്ത് തന്നെ ആയാലും അവൻ ന്യായമായത് തരുന്നവനാണ്. എന്ത് കിട്ടുമെന്ന് അന്വേഷിക്കാതെ പോകുകയാണ് ബുദ്ധി. എന്ത് കിട്ടുമെന്ന് അന്വേഷിച്ചവർക്ക് കൂലി കിട്ടി, ന്യായമായ കൂലി കിട്ടി. എന്ത് കിട്ടുമെന്ന് അന്വേഷിക്കാതെ ന്യായമായത് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ പോയവർക്കും ന്യായത്തിൽ അധികം കിട്ടി. കൂലിയെക്കുറിച്ചൊരക്ഷരം പറയാതെ പോയവർക്ക് എല്ലാവർക്കും ലഭിക്കുന്നതിന് മുൻപായി അർഹതയുള്ളതിന്റെ 12 ഇരട്ടി കിട്ടി. ഈ നല്ല കർത്താവിന്റെ വയലിലേക്കാണ്, അല്ലെങ്കിൽ ഈ നല്ല യജമാനന്റെ മുന്തിരിത്തോട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നല്ലവരിൽ നല്ലവനായി ഈ നല്ല യജമാനനെ, നസ്രേനായ യേശുവിനെ, നമുക്ക് സമമായി എല്ലാ വിധത്തിലും പരീക്ഷിക്കപ്പെട്ടവനായ ആ നല്ലവനായ രക്ഷകനെ നമുക്ക് പിൻപറ്റാം. അവന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാം. പ്രതിഫലത്തെക്കുറിച്ച് ചോദിക്കാതെ അധ്വാനിക്കാം. അർഹിക്കുന്നതിലധികം തരുവാൻ അവൻ പ്രാപ്തിയുള്ളവനാണ്, മനസ്സുള്ളവനാണ്. ആകയാൽ ദൈവമക്കളെ, ഈ കർത്താവിനെ കടന്നൊന്ന് വിശ്വസിക്കാം.
എന്റെ സഹോദരങ്ങളായ ശുശ്രൂഷകന്മാരെ, എന്ത് കിട്ടുമെന്നുള്ള ചിന്ത വിട്ടിട്ട് ഈ കർത്താവിനെ നമുക്കൊന്ന് കടന്ന് വിശ്വസിക്കാം. അവൻ നല്ലവനാണ്. അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. നിന്റെ ആവശ്യങ്ങളെ നന്നായി അറിയുന്നവനാണ്. ഒരുപക്ഷേ പ്രോസ്പെരിറ്റി നിനക്കുണ്ടായില്ലെന്ന് വരാം, സമൃദ്ധി ഉണ്ടായില്ലെന്ന് വരാം. പക്ഷേ നിന്റെ കുടുംബം പട്ടിണിയാകാതെ നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു തരുവാൻ ഈ നല്ലവനായ യജമാനന് കഴിയുമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രസംഗം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രയും സമയം ഈ സുവിശേഷ പ്രസംഗം ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച നിങ്ങളോടുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. തുടർന്നും ഇതുപോലെയുള്ള സുവിശേഷ പ്രസംഗങ്ങളോ ഗാനങ്ങളോ അനുഭവ സാക്ഷ്യത്തിന്റെ സിഡികളോ നിങ്ങൾക്ക് ലഭിക്കണം എന്ന് താൽപര്യപ്പെടുന്നു എങ്കിൽ സിഡിയിൽ കാണുന്ന അഡ്രസ്സിലോ ടെലിഫോൺ നമ്പറിലോ samkuttimaman@yahoo